ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വെറും 15 മിനിറ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ശർക്കര ജിലേബി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ശർക്കര ജിലേബി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ശർക്കരയുടെ ആ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ശർക്കര സിറപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 2 കപ്പ് ശർക്കര ഇങ്ങനെ ചീവി എടുത്തതും അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ബാക്കി ലാസ്റ്റ് വരുമ്പോൾ ശർക്കരയുടെ കുറച്ച് കുറവുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ, 2 കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളമാണ്. നിങ്ങൾ എടുക്കുമ്പോൾ 2 കപ്പ് ശർക്കരയും ഒരു 1/4 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ശർക്കര ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. അതിനുശേഷം ഒരു ചെറിയൊരു പീസ് ഏലക്ക ഇട്ട് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് വെള്ളത്തിലൊന്നും നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു ജിലേബിയിലോട്ടുള്ള ശർക്കര സിറപ്പിൻ്റെ പരുവെന്ന് പറയുന്നത് ഒട്ടിപ്പിടിക്കുന്ന പരുവം കഴിഞ്ഞിട്ട് ഒരു നൂൽ പരുവം ആവുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അത്ര കട്ടിയാവാൻ പാടില്ല. ജസ്റ്റ് ഒട്ടിപ്പിടിക്കുന്ന പരുവം മതി. അത് കഴിഞ്ഞ് ഒരു നൂൽ പരുവം ആവുന്നതിന് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം. എന്നാലേ നമ്മൾ കുറച്ച് നേരം സിറപ്പ് അവിടെ വയ്ക്കുമ്പോൾ അത് ഒരു നൂൽ പരുവത്തിൽ ആയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പരുവം ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും, എന്നാൽ ഒരു നൂല് പോലെ ആവുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് പരുവം കേട്ടോ. ഇതുപോലെ ഡ്രോപ്പ് ഇങ്ങനെ ഇട്ടുന്ന സമയത്ത് കറക്റ്റ് ഡ്രോപ്പ് കണ്ട് വീഴുന്നുണ്ടാവില്ല. അതാണ് നമ്മുടെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതാ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലൂടെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. കാരണം നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്തതിൽ അഴുക്കൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്നും പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തിരിച്ച് നമുക്ക് ഈ പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമുക്കിതൊരു ചെറിയ ചൂടിൽ വേണം നമ്മൾ ജിലേബി ഫ്രൈ ആക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഒട്ടും തണുത്ത് പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ മാവ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജിലേബിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൈദയാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് മൈദ അളന്നെടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പ് മൈദയിലോട്ട് നമുക്ക് 3 ടീസ്പൂൺ നിറയെ കോൺഫ്ലോർ വേണം. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ടീസ്പൂണ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. അപ്പോൾ 3 ടീസ്പൂൺ നിറയെ ഇങ്ങനെ ഹീപ്പായിട്ടാണ് കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ടീസ്പൂണിലാണ് ഞാൻ കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. ഒരുപാട് കോൺഫ്ലോർ ആവരുത്, അപ്പോൾ ഭയങ്കര ക്രിസ്പാവും. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ഒരുപാട് ആവരുത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി, പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തു, പിന്നെയാണ് ബാക്കി 1/4 കപ്പും കൂടി ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് 1/4 കറക്റ്റ് വേണമെന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ പരുവം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ 1/4 കപ്പ് ഇതാ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. വല്ലാണ്ട് മാവ് പരുവത്തിലാവരുത്, എന്നാലും നമ്മളത് സ്ക്യൂസ് ബോട്ടിലൂടെ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ നല്ലോണം അത് താഴേക്ക് ഇറങ്ങി വരണം. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവ്, ജിലേബിയുടെ മാവ് നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ശർക്കര ജിലേബിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. പിന്നെ നമ്മളിത് സ്ക്യൂസ് ബോട്ടിൽ വെച്ചിട്ടാണ് ഇത് പൈപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ജിലേബിയുടെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സ്ക്യൂസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ജിലേബി ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പരന്നൊരു പാത്രമാണ്, ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാനിലോട്ട് ഇതുപോലെ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഈ ഒരു പരുവത്തിൽ മതി. നമുക്ക് പൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമുക്ക് എണ്ണ ഇതിലോട്ട് വേണ്ടത്. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അതവിടെ മാറ്റി വയ്ക്കുക. ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടായിക്കോട്ടെ. കാരണം നമ്മളത് ഫ്രൈ ആക്കിയ ശേഷം ചെറിയ ചൂടുള്ള ശർക്കര പാനിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അഥവാ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതാ നമ്മളിതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, ഞാൻ പുറത്തുനിന്ന് അകത്തേക്കാണ് ഇതിങ്ങനെ പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു റൗണ്ട് കിട്ടുക. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ എണ്ണയുടെ ചൂട് നിർബന്ധമാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. പറ്റ കുറച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല, ആ ഷേപ്പ് തന്നെ മാറിപ്പോവും. അപ്പോൾ എണ്ണയുടെ ചൂട് നിർബന്ധമായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ ജിലേബി വൈറ്റ് കളറിലാണ് നമ്മൾ മാവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജിലേബി നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ആക്കിയപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കളർ മാറും വേണ്ട കേട്ടോ, അപ്പോൾ പിന്നെ കരിഞ്ഞ ടേസ്റ്റ് വരും. ഇനി ഇത് നമുക്കൊരു ഇതുപോലൊരു എന്താ പറയുക സ്പാറ്റിലോട്ട് മാറ്റാം. എണ്ണ ഒരുപാടൊന്നും എന്താ പറയുക ഡ്രെയിൻ ചെയ്യാൻ നിൽക്കണ്ട. അപ്പം തന്നെ നമ്മൾ നേരെ ഈ ശർക്കര, ചെറിയ ചൂടുള്ള ശർക്കര പാനിലോട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ ഒരുപാട് നേരം ഇട്ട് വെക്കുകയും ചെയ്യരുത്. ഒരു 30 സെക്കൻഡ് ഒന്നിങ്ങനെ അതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഒരുപാട് നേരം ഇട്ട് വെക്കേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് എടുത്ത് മാറ്റണം. കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശർക്കര അത് പിടിക്കും, അതുപോലെ ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലിട്ടിട്ട് എടുത്ത് മാറ്റും വേണം. പിന്നെ ഫ്രൈ ആക്കിയിട്ടുള്ള ജിലേബി ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. അപ്പം തന്നെ നമ്മൾ സിറപ്പിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല. കുറേ നേരം പുറത്ത് വെച്ച ശേഷം സിറപ്പിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജിലേബി ആ സിറപ്പ് വലിച്ചെടുക്കില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ ബാച്ച് ജിലേബി ഇതാ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ പൈപ്പിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, ഭയങ്കര സിമ്പിളാണ് നമ്മൾ സ്ക്യൂസ് ബോട്ടിൽ ഈ ജിലേബി ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ രണ്ട് വശവും നല്ലോണം ഗോൾഡൻ കളർ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അഥവാ ഫ്ലെയിം കൂടി പോയി തോന്നുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ജിലേബിയാണത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടാണ് ഇത് പൈപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഭയങ്കര തിന്നാക്കിയിട്ട് പൈപ്പ് ചെയ്യരുത് കേട്ടോ. അത്യാവശ്യം തിക്നെസ് വേണം, എന്നാലേ നമ്മുടെ ജിലേബി കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ശർക്കര കുറച്ച് കുറവുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ശർക്കര പാനി കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ജിലേബി ഇതുപോലെ ശർക്കര പാനിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്താൽ നന്നായിട്ട് കോട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരുപാട് ഒന്നും ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ട ശർക്കര, നമ്മൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ 2 കപ്പ് ശർക്കര എടുത്താൽ മതി, 3/4 കപ്പ് വെള്ളം, അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ എടുത്തത് 1.5 കപ്പ് ശർക്കരയിലോട്ട് 1/2 കപ്പ് വെള്ളമായിരുന്നു. അപ്പോൾ കുറച്ചൊരു കുറവുണ്ട്. ഒരു 4-5 ജിലേബിക്ക് ശർക്കരയിൽ ഡിപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര ജിലേബി അല്ലെങ്കിൽ ശർക്കര മിഠായി. നല്ല ടേസ്റ്റാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഉഴുന്ന് അല്ലെങ്കിൽ അത് സോക്ക് ചെയ്ത് വെക്കുക, അത് അരച്ചെടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മഞ്ഞ ജിലേബിൻ്റെയും ചുവപ്പ് ജിലേബിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ജിലേബി ഇഷ്ടമുള്ളവർക്കും ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജിലേബി റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ജിലേബിയുടെ ആ ഒരു ടെക്സ്ചർ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ജ്യൂസിയാണ്, എത്രത്തോളം ക്രിസ്പി ഉണ്ട് എന്നൊക്കെ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ശർക്കര ജിലേബിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ കഴിക്കുന്നില്ല എന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റായി പോകും. അപ്പോൾ സോഫ്റ്റ് ആവണ്ടെന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ശർക്കര ജിലേബി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്